ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്കിറ്റാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മാവിൽ സൈഡ് ഗ്രാഫ്റ്റിങ്ങിലെ ഒരു വീഡിയോ ആണ്. പലതരം മാമ്പഴങ്ങൾ ഒരു മാവിൽ തന്നെ. അപ്പോൾ അതിനുള്ള സാധനങ്ങളാണ് ഒരു കട്ടർ, കത്തി, പിന്നെ ഷയോണ്, സാനിറ്റൈസർ. ഇപ്പോൾ കത്തി സാനിറ്റൈസർ ചെയ്യാം. പിന്നെ നമ്മൾ എല്ലാ സംഗതിക്കും ഉപയോഗിക്കുന്നതിന് കൂടെ കത്തി സാനിറ്റൈസർ ചെയ്യാം. ഫംഗസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മാവിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതൊരു നാടൻ മാവിൻ്റെ തൈയാണ്. അപ്പോൾ അതിൽ പല കൊമ്പുകളിലും പല വെറൈറ്റി മാമ്പഴങ്ങൾ. ഇപ്പോൾ ഞാൻ എടുത്തത് ഇപ്പോൾ 2-3 മാവിൻ്റെതാണ്. ഒരു കാലാപ്പാടി മാവിൻ്റെത്, വേറെ ഒരു നാടൻ മാവിൻ്റെ ഷയോണ്, അങ്ങനെ 2-3 ഇപ്പോൾ എടുത്തത്. ഇത് സൈഡ് ഗ്രാഫ്റ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ മുകൾത്തലത്തെ ഇലകളൊക്കെ ഒഴിവാക്കിയിട്ട് ഏകദേശം ഒരു 1.5 ഇഞ്ചിൽ ചെത്തിയെടുക്കുക. സൈഡ് ഏകദേശം ഒരു 1.5 ഇഞ്ചോളം തവിട് ചെത്തിയിട്ട് ചെറിയൊരു കട്ടിങ് ഇടുക. ഏകദേശം ഒന്ന് തടിമരത്തുമ്മക്ക് ഇങ്ങനെ താത്തിങ്ങാൻ ചെത്തിയെടുക്കണം. അതെ, ഇത്ര മതി. ഞാൻ ഷയോൺ എടുത്തിട്ട്, ഇപ്പോൾ ഞാൻ ആദ്യം കാലാപ്പാടി മാവിൻ്റെ ഷയോണാണ്. ആ ഷയോൺ ഒരു സൈഡ് ചെത്തിയെടുക്കുക. ഏകദേശം 1.5 ഇഞ്ച് അതേ നീളത്തിൽ തന്നെ സൈഡ് ചെത്തിയെടുക്കുക. ഷാർപ്പുള്ള കത്തി വയ്ക്കണം, സാനിറ്റൈസർ ചെയ്യണം, പിന്നെ കൈയൊക്കെ സാനിറ്റൈസർ ചെയ്യുക. കത്തി ക്രാഫ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നതിനാണ് പിന്നെ സാനിറ്റൈസറിൻ്റെ ആവശ്യമില്ല. എന്നാലും കൈയൊക്കെ ഒന്ന് സാനിറ്റൈസർ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ബേക്കിലെ ഒരു സൈഡ് ചെത്തി അതിന് ബേക്കിൽ സൈഡ് ചെറുതായിട്ടൊന്ന് ഒരു ക്രോസ് ചെരിച്ചിങ്ങാനൊന്ന് കട്ട് ചെയ്ത് തരാം. അപ്പോൾ ആ കേപ്പിലവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്, ആ കേപ്പിലേക്ക് അവിടെ നിൽക്കാൻ വേണ്ടി പിന്നെ ഒരു സൈഡ് ചേർത്തുങ്ങാൻ വെക്കുക. അപ്പോൾ ഈ റൂട്ട് സ്റ്റോക്ക് മാവുന്നതിന് ശേഷം വണ്ണുള്ള കമ്പയം കൊണ്ട് ഒരു സൈഡിലേക്ക് സൈഡ് ചേർത്ത് വെച്ചിട്ട് ടേപ്പ് ചുറ്റുക. നല്ല ടൈറ്റായിട്ട് ടേപ്പ് ചുറ്റിയെടുക്കുക. പരമാവധി ടൈറ്റാക്കി ഞാൻ ചുറ്റിയിട്ട് കെട്ടി കൊടുക്കുക. ഇതിപ്പോൾ ആർക്കും ചെയ്യാം. വീട്ടിൽ ഒരു മാവിൻ്റെ തൈയൊക്കെ ഉണ്ടെങ്കിൽ നല്ല കായ് ഫലമുള്ള മാവെന്ന് ഷയോണ് എടുത്തിട്ട് പല തരം മാവിൻ്റെതും ഷയോൺ എടുത്തിട്ട് പിന്നെ ഒരേ മാവിൽ തന്നെ പല വെറൈറ്റി മാമ്പഴങ്ങൾ ഉണ്ടാക്കാം. നല്ല കായ് ഫലമുള്ള മാവെന്ന് എടുക്കുന്ന ഷയോണാണ്. പെട്ടെന്ന് കായും ഉണ്ടാവും. ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ തന്നെ അതൊക്കെ കായ് പിടിക്കും. ഒരു കമ്പിന് ഇപ്പോൾ നമ്മൾ ചെയ്ത് കാലാപ്പാടി മാവിൻ്റെത്. ഇനി അടുത്തൊരു കമ്പിൽ കൂടി ആണിപ്പോൾ ചെയ്യുന്നത്. ബാക്കി കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് അറിഞ്ഞിട്ടാണ് അടുത്ത ചെയ്യുന്നത്. എല്ലാ കമ്പിലും ഓരോരോ വെറൈറ്റി മാവുകൾ. ഒന്ന് നാടൻ മാവും ഒരു കാലാപ്പാടി മാവും, രണ്ടും നല്ല കായ് ഫലമുള്ളതിൽ നിന്ന് ഷയോൺ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ആർക്കും ചെയ്യാൻ പറ്റും. വീട്ടിൽ മാവിൻ്റെ ചെറിയ തൈകളൊക്കെ മുളച്ച് ഉണ്ടെങ്കിൽ അതിന് ഏകദേശം 5-8 വർഷമൊക്കെ വരും മാവുണ്ടാണ്. ഇത് നമ്മളിങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കായ്ഫലം കിട്ടുന്നതാണ്. നല്ല ഷയോൺ എടുത്ത് നല്ല മൂത്ത മാവുന്ന ഏകദേശം കൂടുതലും ഈ മോൾ ഭാഗത്തേക്കുള്ള സൂര്യപ്രകാശം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഷയോൺ എടുക്കണം. അതാണ് ഏറ്റവും വിജയം ഉണ്ടാകുക. താഴത്തുനിന്നൊന്നും എടുക്കുന്നത്, കുറച്ച് മുകളിലേക്ക് നോക്കി നിൽക്കുന്ന സൂര്യപ്രകാശം നോക്കി നിൽക്കുന്ന ഷയോൺ എടുത്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്യണം. അതിലാണ് നമുക്ക് വിജയിക്കാം. മറ്റുള്ള ഏതെങ്കിലുമൊക്കെ കമ്പെടുത്ത് ഞാൻ ചെയ്തിട്ടാണെങ്കിൽ വിജയം കുറയും. ഇപ്പോൾ 2 കമ്പിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അടുത്തൊരു ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മറ്റുള്ള കമ്പിലേക്ക് ചെയ്യുന്നതാണ്. ഇതിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട്
ഇത് നല്ല ടൈറ്റായിട്ട് തന്നെ ഒരു ഭാഗത്തൊക്കെ സൈഡ് അടുപ്പിച്ച് വെച്ചിട്ട് വേണം ചുറ്റി കൊടുക്കുക. എല്ലാവരും വെറുതെ കുറഞ്ഞ സമയം കിട്ടുകയാണെങ്കിൽ ഇങ്ങനത്തെ വീട്ടിലുള്ളതൊക്കെ ചെയ്തുകൊണ്ട് നോക്കുക. നമ്മൾ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് ചെയ്തു നോക്കാൻ എളുപ്പമാണല്ലോ. അപ്പോൾ 1 2 3 പരാജയപ്പെട്ടാലും പിന്നെയും ചെയ്തെങ്ങാൻ വിജയത്തിലെത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇട്ടാൽ സിപ്പപ്പിൻ്റെ കവറോ അങ്ങനത്തെ നിങ്ങളുള്ള എന്തെങ്കിലും കവർ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഇമ്മ്യൂണിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ആ കവർ ഇട്ട് കൊടുക്കുന്നത്. ഇന്ന് കവർ ഇട്ടൊന്ന് കെട്ടി കൊടുക്കുക. ഈ ഒരു 15-20 ദിവസം വന്നിട്ട് ഇതിൻ്റെ മുകുളങ്ങൾ വന്ന് തുടങ്ങിയിട്ട് കവർ ഇട്ട് ഒഴിവാക്കുക. പതിനഞ്ച് 20 ദിവസം കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ്. അതിൻ്റെ വിജയിച്ചിട്ടുണ്ടോ എന്നറിയാൻ അതിൻ്റെ മുകുളങ്ങളൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ എടുത്ത് കവർ എടുത്തിട്ട് മാറ്റിക്കാനായി. ഇതിൽ ഇപ്പോൾ ഒരു 2 കമ്പ് ചെയ്തതിന് ഇപ്പോൾ ഒരു 4 കമ്പ് കൂടി ഉണ്ട്. 2-3 കമ്പുണ്ട്. എല്ലാത്തിലും ഓരോ വെറൈറ്റി ചെയ്യണം. പലതരം മാങ്ങകൾ. അതും പെട്ടെന്ന് തന്നെ മാങ്ങ കായ്ഫലം കിട്ടുകയും നമുക്ക് ഒരു 5-6 വർഷം ഒന്ന് കാത്തിക്കണ്ട. ഏത് തൈയിലും നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. വലിയ 1 വർഷം 2 വർഷം പ്രായ തൈകളിലൊക്കെ പരിപാടി കഴിഞ്ഞ് പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് ഇനിയൊരു 15-20 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം. മുകുളങ്ങൾ വന്നു തുടങ്ങിയാൽ വിജയിച്ചു. എല്ലാവരും ചെയ്ത് നോക്കുക. വീട്ടിൽ വെറുതെ ഉള്ള സമയം എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കുക. ഓക്കെ, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.